എൻ്റെ കൂട്ടുകാർക്കും തക്കാളി കൃഷി ഞാൻ നട്ട രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 20 മീഡിയം സൈസുള്ള പോട്ടുകൾ എടുക്കുക. എല്ലാത്തിൻ്റെ അടിയിൽ 2 ഉണക്കത്തൊണ്ട് വയ്ക്കുക. കുറച്ച് കരിയില അങ്ങിടുക. പിന്നീട് മണ്ണും മണലും വേപ്പും പിണ്ണാക്കും ട്രക്കോഡർമ ചേർത്ത ഉണക്ക ചാണകപ്പൊടി എന്നിവയെല്ലാം കൂടെ പോട്ടി മിക്സ് ഒരു 3/4 ഭാഗം ആ പോട്ടിൽ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമുക്ക് 5 തൊട്ട് 10 സെൻറ്റിമീറ്റർ നീളമുള്ള തക്കാളി തൈകൾ 2 എണ്ണം വെച്ച് ഓരോ പോട്ടിലും അങ്ങ് നടുക. അപ്പം ദിവസവും ഒരു നേരമെങ്കിലും അതിന് നനച്ചു കൊടുക്കണം. 15 ദിവസം ആകുമ്പോഴേക്കും എങ്ങനെയാണെങ്കിൽ നോക്കിയാലും ചിത്രകീടവും വരുന്നത് കാണാം. ചിത്രകീടത്തിന് കളയാൻ പാടില്ല. അത് കാണുന്ന സമയത്ത് ഇല നുള്ളി അങ്ങ് കളയുക. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അമളിയാണ് നമ്മൾ നീം സ്പ്രേ അടിക്കാറേ ഇല്ല. ഈ നീം സ്പ്രേ അടിയന്തരമായിട്ട് 3 തുള്ളി 1 ലിറ്റർ വെള്ളത്തിലയച്ച് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഈ ചിത്രകീടങ്ങളെല്ലാം ജീവനും കൊണ്ട് ഓടും. ആഫ്റ്റർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാ തക്കാളികളും നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേ വേണ്ട. ഇത് മാത്രമേ നമ്മൾ തക്കാളി കൃഷി ശ്രദ്ധിക്കാറുള്ളൂ. കാരണം നമ്മൾ എങ്ങനെ നട്ടാലും തക്കാളി കിളിക്കും. പക്ഷേ ഈ വെള്ളീച്ചയെയും അതുപോലെ തന്നെ ചിത്രകീടത്തിനെ ഓടിക്കാനാണ് പാട്. ഇങ്ങനെ നമ്മുടെ നീം സ്പ്രേ നമ്മുടെ വീട്ടിൽ എപ്പോഴും റെഗുലറായിട്ട് ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ പച്ചക്കറി കൃഷികളും നമുക്ക് നട്ടു പരിപാലിക്കാൻ പറ്റുകയുള്ളൂ. 2-ാം മാസം കുറച്ച് ചാണകപ്പൊടി, 3-ാം മാസം ആകുമ്പോഴത്തേന് ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞ് 3-ാം മാസം ആകുമ്പോഴത്തേന് അടുക്കളയിലെ കമ്പോസ്റ്റ്, അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ കെയർ ചെയ്യുക. ഇച്ചിരി ചാരപ്പൊടിയൊക്കെ വിതറി കൊടുക്കുക. അപ്പോഴത്തേക്കിനും പൂത്തുലഞ്ഞ് തുടങ്ങും. അന്നേരം ഇതിനിടയ്ക്ക് ഇലയുടെ കംപ്ലൈൻറ്റുകൾ നോക്കിക്കോണം. വാടിയാലൊക്കെ അങ്ങ് പിച്ചി കളയണം. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലോണം കായ്ഫലം കിട്ടത്തുള്ളൂ. അന്നേരം ആദ്യത്തെ ഫലമൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടവശം ഒന്ന് കട്ട് ചെയ്യുക. മണ്ടയിൽ കുറച്ച് സാഫ് തേച്ച് കൊടുത്തിട്ട് കുറച്ച് മെഴുകുതിരി ഒന്ന് ഉരുക്കി ഒഴിച്ചാൽ പിന്നെ അതിലോട്ട് വീണ്ടും ഒരു ഫംഗസ് വരികയില്ല. അവിടുന്ന് വീണ്ടും മുളകളൊക്കെ പൊട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ, അതുപോലെ തന്നെ നമുക്ക് നീളത്തിൽ പോകുന്ന തക്കാളികൾ ഒന്ന് കട്ട് ചെയ്ത് വിടുന്നതും നല്ലതാണ്. അടുത്ത ടൈമിൽസ് നല്ലതായിട്ട് തക്കാളി വിളവെടുക്കാൻ പറ്റും. 2 പ്രാവശ്യമെങ്കിലും നമുക്ക് നല്ലോണം വിളവെടുക്കാവുന്ന ഒരു പാത്രം നിറയും പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തോളമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഇങ്ങനെ കൃഷി ചെയ്തെടുത്ത തക്കാളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം അത് സെറ്റ് ചെയ്തെടുക്കുകയുണ്ടായി.